ഹായ്. അപ്പോൾ അതെ, നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുള്ള ഹെയർ ഡൈ ആണ് കേട്ടോ. ഡൈ ഓയിലല്ല, ഹെയർ ഡൈ. ഒത്തിരി പേര് ഇവിടെ നിന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഈ ഓയിലല്ലാതെ ഡൈ തരുമോ എന്ന്. അവസാനം നമ്മളത് റെഡിയാക്കിയിട്ടുണ്ട്. നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ. ഇതിന് ഹെയർ കളർ എന്നാണ് നമ്മൾ പറയുന്നത്, നാച്ചുറൽ ഹെയർ കളർ കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഓയിലല്ല, ഇത് ഡൈ ആണ്. ഇത്രയും തിക്കായിട്ടാണ് ഇത് കിട്ടുന്നത്. നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് മിക്സ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യണ്ട. ഇത് ഓൾറെഡി ഇത് മിക്സ് ആയിട്ടുള്ള ഈ കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് നേരെ ബോട്ടിൽ പൊട്ടിക്കുക, തലയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ബോട്ടിൽ പൊട്ടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, തലയിൽ അപ്ലൈ ചെയ്യുക. വേറെ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പരുവത്തിനായിട്ട് റെഡി ആക്കിയിട്ടാണ് ഞാൻ ഈ ഡൈ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിക്കാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ഇത്രയും തിക്കായിട്ടുള്ള ബ്ലാക്ക് ആയിട്ടുള്ള ഈ ഡൈ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്നതാണ്. ഇതുവരെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും പോലെ തന്നെ നാച്ചുറൽ ആക്റ്റീവ്സ് ആണ്. ഒരു തരത്തിലുള്ള കെമിക്കലുകളോ അതുപോലെ തന്നെ പ്രിസർവേറ്റീവുകളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഒത്തിരി ദിവസമൊന്നും സൂക്ഷിച്ചൊന്നും വെക്കാൻ പറ്റില്ല. ആവശ്യത്തിന് മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ അത്. പിന്നെ നമ്മൾ ഫ്രാഗ്രൻസ് പോലും ഇതിനകത്ത് ചേർത്തിട്ടില്ല. അതും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കണ്ടോ, ഫ്രാഗ്രൻസ് പോലും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല. എനിക്കറിയാം കയ്യിലല്ല അപ്ലൈ ചെയ്ത് കാണിക്കേണ്ടത്, ഹെയറിലാണെന്ന് അറിയാം. ലോങ് വീഡിയോ വരുന്നുണ്ട്. അപ്പം ഇത് പെട്ടെന്ന് നമ്മൾ ഇട്ടത് ഷോർട്ട് വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേര് ഇവിടുന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് പെട്ടെന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്. കാരണം ഇത് ചോദിച്ച് അഡ്വാൻസ് ആയിട്ട് പ്രീ ബുക്കിംഗ് ചെയ്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനും കൂടിയാണ് നമ്മളിപ്പോൾ റെഡി ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്തതന്നേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കാണുന്ന ഇതിങ്ങനെ ഒഴുകി ഇറക്കത്തൊന്നുമില്ല. കണ്ടോ, ഇത്രയും തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് നിങ്ങൾക്ക് കിട്ടുക. മറ്റേ നമ്മുടെ ഡൈ എണ്ണ അങ്ങനെയല്ല, ഒഴുകി ഇറങ്ങി വരും. എൻ്റെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്കത് കാണാം. നമ്മൾ എന്നിട്ട് ടവലൊക്കെ കഴുത്തിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എണ്ണ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഡൈ എണ്ണ അത്രയും ആളുകൾ ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ്. പക്ഷെ ചില ആളുകൾക്ക് എണ്ണ തലയിലിടാൻ പറ്റില്ല, ഒട്ടും പറ്റില്ല. എണ്ണ തലയിടാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പോൾ അവരാണ് എൻ്റെ അടുത്ത് തുടർച്ചയായിട്ട്, ഇപ്പോഴൊന്നും അല്ല കേട്ടോ, 2-3 വർഷമായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ എനിക്കിപ്പോഴാണ് ചെയ്യാൻ പറ്റിയത്. ഇത് കണ്ടോ, ഇങ്ങനെ എന്ത് തന്നെ ചെയ്താലും ഇത് ഇങ്ങനെ തന്നെ തലയിലിരിക്കും. കണ്ടില്ലേ? പിന്നെ ഇത് കഴുകി കളയാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പക്ഷേ അതിനുള്ള ഉത്തരവ് ഞാൻ തന്നെ പറയാം. ഇത് കഴുകി കളയാനായിട്ട് നമ്മുടെ കയ്യിൽ നാച്ചുറലായിട്ടുള്ള ഷാംപൂ പൗഡർ ഉണ്ട്. അത് തന്നെ ഇവിടെ നിന്ന് വാങ്ങി ഉപയോഗിക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന താളിപ്പൊടിയോ ചെറുപയർ പൊടിയോ കടലമാവോ ഉപയോഗിച്ച് കഴുകി കളയാം. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഷാംപൂ പൗഡർ ഉപയോഗിച്ച് കഴുകി കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു 1 hour തലയിലിട്ടിട്ട് നിങ്ങൾക്ക് ആ ഷാംപൂ പൗഡർ ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാവുന്നതാണ് കേട്ടോ. ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ബോട്ടിലിൻ്റെ മുകളിൽ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷാംപൂ പൗഡർ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓപ്ഷൻസ് ഉപയോഗിക്കാം. ചെറുപയർ പൊടി, കടലമാവ്, താളിപ്പൊടി, ഇതിലേതെങ്കിലും ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ, ഇത്രയും തിക്കായിട്ടുള്ള ഈ സാധനമാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ അത് അപ്ലൈ ചെയ്തിട്ട് ഇത്രയും സമയമായി. ഇതിപ്പോഴും ഇവിടെ തന്നെ ഇങ്ങനെ തന്നെ ഇരിക്കുവാണ്. ഇതങ്ങനെ ഒഴുകി ഇറങ്ങിയൊന്നും പോകത്തില്ല, എണ്ണയെപ്പോലെ. ഓക്കെ, അപ്പോൾ ഇത് നാച്ചുറലായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ആവശ്യമുള്ളവർ മാത്രം ഈ സ്ക്രീനിൽ മുകളിൽ കാണിക്കുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാനായിട്ട് കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് മെസ്സേജാണ് അയക്കേണ്ടത്. ഒത്തിരി പേര് തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ബുക്കിംഗ് നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാട്സപ്പ് മെസ്സേജാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് റിപ്ലൈ കിട്ടും. അല്ലാതെ കോൾ ചെയ്തുകൊണ്ടിരുന്നാൽ റിപ്ലൈ കിട്ടാൻ പാടാണ്. അത്രയും ബുക്കിംഗ് ഉള്ള നമ്പറാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ബുക്ക് ചെയ്യാം. വെബ്സൈറ്റിൽ ഡൈ ഇപ്പോൾ അവൈലബിൾ അല്ല, ഓയിൽ മാത്രമേ ഉള്ളൂ. ഡൈ അവൈലബിൾ ആക്കിയിട്ടില്ല. കാരണം നമുക്ക് ഇപ്പോൾ പെൻഡിങ് ഉള്ള ഓർഡേഴ്സ് കൊടുത്തു തീർക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മളത് ഡൈ അവൈലബിൾ ആക്കിയിട്ടില്ല.
അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് ത്രൂ മെസ്സേജ് ഇട്ട് എൻക്വയറി ചെയ്യുക കേട്ടോ. ബുക്കിങ്ങിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുക. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ കമൻറ്റ് ഇട്ട് ചോദിക്കുക. ഡൗട്ട്സും എൻക്വയറിക്കും നിങ്ങൾ ഈ നമ്പർ ഉപയോഗിക്കേണ്ടതില്ല, കാരണം അവിടെ ബുക്കിങ്ങിന് സ്റ്റാഫാണ് ഇരിക്കുന്നത്, അവർ ബുക്കിംഗ് മാത്രമേ എടുക്കത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇത് ചെറിയ കുട്ടികൾ മുതൽ, അകാലനരയുള്ള ചെറിയ കുട്ടികൾ മുതൽ ഏത് പ്രായക്കാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ പരുവം. അപ്പം ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കോളൂ.